ഹായ് ഫ്രണ്ട്സ്, ഞാൻ എൻ്റെ ഒരു ഡാൻഡ്രഫ് സ്റ്റോറി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇത് ഞാൻ കുറേ നാൾക്ക് മുമ്പ് എടുത്തു വെച്ച വീഡിയോ കേട്ടോ. ഇപ്പോഴാണ് ഞാനത് വോയിസ് ഓവർ കൊടുക്കുന്നത്. കാരണം വേറെ നല്ലൊരു ബെറ്റർ റിസൾട്ട് കിട്ടിയിട്ട് നിങ്ങളെ അറിയിക്കാമെന്ന് കരുതിയിട്ടാണ് ഞാൻ ഇത്രയും നാളും ഈ വീഡിയോ ചെയ്യാതിരുന്നത്. ഇപ്പോൾ എന്തായാലും എനിക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടി. അതാണ് ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യാനുള്ള കാരണം. ഞാൻ പറഞ്ഞ താരം കൂടിക്കൂടി വന്നിട്ട് എനിക്ക് നല്ല രീതിക്ക് മുടി കൊഴിച്ചിലും ചൊറിച്ചിലൊക്കെ അനുഭവപ്പെട്ടപ്പോഴാണ് ഞാൻ ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ തന്നെ തീരുമാനിച്ചത്. അതേസമയം പാർലറിൽ പോയിട്ടും അതേപോലെ തന്നെ ഡോക്ടറെയും കൺസൾട്ട് ചെയ്തിരുന്നു. പാർലറിൽ പോയിട്ടുള്ള ഒരു വീഡിയോ ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എൻ്റെ തലയിൽ ഇത്രയും താരം കണ്ടതുകൊണ്ടാണെന്ന് തോന്നുന്നു ചേച്ചി എനിക്ക് അവിടുന്ന് ഫ്രീ ആയിട്ട് തന്നെ എനിക്ക് അവിടുത്തെ ഹെയർ ഓയിലും കൂടി തന്നു വിട്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ആ ഹെയർ ഓയിൽ എൻ്റെ മുടിയിൽ തേച്ച പിന്നെയാണ് എൻ്റെ താരനും ചൊറിച്ചിലും നല്ല രീതിക്ക് ആ ഹെയർ ഓയിൽ യൂസ് ചെയ്തപ്പോഴത്തേക്കും എനിക്ക് നല്ല മാറ്റം ഉണ്ടായിരുന്നു. ശരി 2-3 വട്ടം വെച്ച് ഉപയോഗിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കും എൻ്റെ താരനും കുറഞ്ഞു വന്ന് ചൊറിച്ചിലും അങ്ങ് പൂർണ്ണമായിട്ട് മാറി. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്കിവിടെ ഹെയർ ഓയിൽ ഇവിടെ മെൻഷൻ ചെയ്ത് തരാം. പിന്നെ ഞാൻ ഡോക്ടറിനെയും കൂടി കൺസൾട്ട് ചെയ്തെന്ന് പറഞ്ഞല്ലോ, ആ ഷാമ്പൂവിൻ്റെ പേരും കണ്ടീഷണറിൻ്റെ പേരും ഞാനിവിടെ മെൻഷൻ ചെയ്യുന്നില്ല. കാരണം അതൊക്കെ ഡോക്ടേഴ്സിന് പറയേണ്ട കാര്യമാണ്. കാരണം ഇത്തരം കാര്യങ്ങളിൽ എനിക്ക് ഒട്ടും തന്നെ ഡീപ്പ് നോളേജ് ഉള്ള ആളല്ല. ചിലപ്പോൾ നിങ്ങളത് എവിടെ നിന്നെങ്കിലുമൊക്കെ വാങ്ങിക്കഴിഞ്ഞ് നിങ്ങളത് യൂസ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള സൈഡ് എഫക്റ്റ് ഉണ്ടായാലോ. അതുകൊണ്ടാണ് ഞാനിത് മെൻഷൻ ചെയ്യാത്തത്. ഞാൻ അവിടെ ഒരു പേഷ്യൻറ്റ് മാത്രമായിരുന്നു. അപ്പോൾ ഓരോരുത്തരുടെ ഹെയർ ടൈപ്പും അവരുടെ ഡാൻഡ്രഫ് വരാനുള്ള കാരണങ്ങളൊക്കെ വ്യത്യസ്തമായിരിക്കും. ചിലർക്ക് പൊടി പോലെ കാണുന്ന ഡാൻഡ്രഫ് ആയിരിക്കും, മറ്റുള്ളവർക്ക് അങ്ങനെ ആയിരിക്കത്തില്ല, വേറെ തരത്തിലായിരിക്കും. പിന്നെ ഇതിൻ്റെ കൂടെ ഹെയർ ഫോളും കാണുന്നവരുണ്ടാവും. ആണെങ്കിലും നമ്മുടെ മുടിയുടെ കാര്യമല്ലേ, ഡോക്ടറെ കണ്ട് ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. ട്രീറ്റ്മെൻറ്റും ഓയിലും കൂടി യൂസ് ചെയ്തപ്പോഴാണ് എനിക്ക് നല്ലൊരു ബെറ്റർ റിസൾട്ട് കിട്ടിയത്. മുമ്പത്തേക്കാൾ ഹെയർ ഗ്രോത്തും ഉണ്ടായിട്ടുണ്ട്. ഡാൻഡ്രഫിൻ്റെ കാര്യത്തിൽ നമുക്കിപ്പോൾ വലിയ ഉറപ്പൊന്നും പറയാൻ കഴിയില്ല. പിന്നെ നമ്മുടെ ഹെയർ എപ്പോഴും നല്ല രീതിക്ക് കെയർ ചെയ്തുകൊണ്ടിരിക്കുക, അതാണ് എനിക്ക് പറയാനുള്ളത്. വീഡിയോ എൻ്റെ ഇതിൽ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായി ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കില്ല.